ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അമരക്ക മെഴുക്ക് പുരട്ടി. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് വളരെ ടേസ്റ്റിയായിട്ട് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാം കൊത്തമരക്ക എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. നമ്മളിത് വാഷ് ചെയ്ത ശേഷം വേണം മുറിച്ചെടുക്കാനായിട്ട്, അതിന് മുൻപ് മുറിച്ചെടുക്കരുത്. അതിന് മുമ്പ് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അതിലെ ഗുണമൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ടിട്ടാണ് ഞാനിത് ബിഗിനേഴ്സിനും കൂടെയാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിലാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടിട്ടാണ് ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് അധികം മൂപ്പിച്ചെടുത്തില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താലും മതിയാവും കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. കൊത്തമരയ്ക്ക കുട്ടികൾക്കൊക്കെ ഭക്ഷണത്തിൽ ഇടയ്ക്ക് ഇത് നമ്മൾ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഇപ്പോൾ നന്നായിട്ട് എരിവുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെയും ജസ്റ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് മൊരിയിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കൊത്തമരയ്ക്ക ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കൊത്തമരക്ക മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ തീയിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ എല്ലാ ഭാഗത്തും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കണ പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യം നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കണം. അതിനുശേഷം മാത്രം പിന്നെ വേണം എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. മുളകും എല്ലാം നന്നായിട്ട് മിക്സ് ആവണ പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മളിത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് തിളച്ച് വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ചൊന്ന് നിറം മാറുമ്പോഴേക്കും കണ്ടില്ലേ, ഇതുപോലെ ആകുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വെള്ളമൊക്കെ പോയിട്ടുണ്ടോയെന്ന് ഒന്ന് ഇളക്കി നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊന്നും വറ്റിയിട്ടില്ല, കുറച്ച് വെള്ളവും കൂടി ഉണ്ട് വറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെച്ച ശേഷം ലോ ഫ്ലെയിമിലിട്ട് കുറച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക.
ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ താൻ നോക്കൂ, ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക, നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. വളരെ ഹെൽത്തി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.